നമസ്കാരം. സോഡിയക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 26 ജൂൺ മാസത്തെ 12ാം ഭാവത്തിൽ ഓരോ ഗ്രഹങ്ങളും നിന്നാലുള്ള ഫലങ്ങൾ എന്താണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് 12ൽ സൂര്യൻ നിന്നാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ രക്തസമ്മർദ്ദം കൊണ്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകാം. കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു കണ്ണിന് വേദന, വിഷമം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുള്ള അപ്രീതി, അതായത് എന്തെങ്കിലും ശിക്ഷ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അഗ്നി കൊണ്ട് ദുരിതങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ, സാമ്പത്തികമായിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ചെലവ്, സാമ്പത്തികം കുറവ്, പിതാവിന് ദുരിതങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. 12ൽ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാവർക്കും അനഭിമതനാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നേത്രരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മദ്യപാനം മൂലമുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതൃകാശം അനുഭവിക്കാനായിട്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 12ാം ഭാവത്തിൽ ചൊവ്വയാണ് ഒരാളുടെ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് നയനരോഗം, അന്യദേശവാസം, അനാവശ്യമായിട്ടുള്ള ചെലവ്, കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവം, അതുപോലെ തന്നെ വാഹനം മൂലമോ വൈദ്യുതി മൂലമോ ഒക്കെ എന്തെങ്കിലും തടസ്സങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുക. അതുപോലെ തന്നെ ജയിൽവാസം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട്. അലസതയും ദരിദ്രതയും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. 12ലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമാണ്. മറഞ്ഞ ബുധനാണ്, നിറഞ്ഞ വിദ്യ എന്ന് പറയുന്നൊരവസ്ഥയാണ്. എന്നാലും സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടാകും. കുറച്ചൊരു അലസ സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും നല്ല സംഭാഷണത്തിൽ സമർത്ഥനും ബുദ്ധിമാനുമായിരിക്കും. പനി പോലെയുള്ള ചില രോഗങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാഴമാണ് 12ൽ നിൽക്കുന്നതെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്നാൽ പണം കയ്യിലേക്ക് വരില്ല. അന്യദേശത്ത് നിന്നേയും പണം വരാനുള്ള സാധ്യതയുള്ളൂ. സന്താന ഗുണം കുറഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ പണം ചെലവഴിക്കും. കീർത്തിമാനായി ജീവിക്കാനായിട്ടുള്ള യോഗമുണ്ടാകും. 12ൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ധനവാനാകാനുള്ള യോഗമാണ്. എന്നാൽ ബന്ധുജന വിരഹത്തിന് യോഗമുണ്ട്. സഞ്ചാരശീലനായിരിക്കും, മനഃശുദ്ധിയുള്ളവനായിരിക്കും. എന്നാൽ പാവയോഗത്തോടു കൂടിയാണ് 12ൽ ശുക്രൻ നിൽക്കുന്നതെങ്കിൽ സ്ത്രീകൾ മുഖാന്തരം ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത. 12ൽ ശനി നിന്നാൽ അനാവശ്യമായിട്ടുള്ള ചെലവ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ കടക്കാരനായിരിക്കും. എന്തെങ്കിലും ബാധ്യതകൾ ഏത് സമയത്തുള്ളത് കാരണം സ്വസ്ഥത ഉണ്ടാകില്ല. പാവഗ്രഹത്തോട് ചേർന്ന് 12ൽ ശനി ജയിൽ ശിക്ഷ അനുഭവിക്കാനുള്ള ഒരു യോഗവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് 12ലെ ശനി നിർധനനാകാനുള്ള ഒരു യോഗം കൂടിയാണ്. രാഹു 12ൽ നിന്നാൽ അന്യന്മാരിൽ നിന്നോ അന്യനാട്ടിൽ നിന്നോ തെറ്റായ മാർഗങ്ങൾ കൂടിയോ ധനം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. പാപകർമ്മങ്ങൾ മറച്ചു വയ്ക്കുന്നവനായിരിക്കും. സമ്പത്ത് സുഖവും കുറഞ്ഞവനുമായിരിക്കും. കുറച്ച് ദുരിതങ്ങളൊക്കെ കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. കേതു 12ൽ നിന്നാൽ അനാവശ്യമായിട്ട് ധനം ചെലവഴിക്കുന്ന സ്വഭാവക്കാരനായിരിക്കും. ഭാര്യയെയും പുത്രന്മാരെയും ഒക്കെ ഉപേക്ഷിച്ച് അന്യദേശത്ത് ജീവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അക്രമം നേരിടേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. 10 രൂപ കൈ കിട്ടി 20 രൂപ ചെലവ് വരും. കാൽപാദത്തിന് വേദനയുണ്ടാകും. 12ൽ